Hello friends, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലെ SD കാർഡ് എങ്ങനെ ഹൈഡ് ചെയ്തു വെക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. SD കാർഡ് ഹൈഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ SD കാർഡ് ഉണ്ടെങ്കിൽ പോലും അത് നമുക്ക് ഒളിപ്പിച്ച് വെക്കാം. അതിലുള്ള ഫയലുകളെല്ലാം തന്നെ നമുക്ക് ഒളിപ്പിച്ച് വെക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട് എൻ്റെ ഫോണിൽ SD കാർഡ് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ ഫയൽ മാനേജർ ഓപ്പൺ ആക്കുന്നു. ഫയൽ മാനേജർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇന്റർണൽ സ്റ്റോറേജ് എന്നും SD കാർഡ് എന്നും പറഞ്ഞ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. SD കാർഡ് ഞാൻ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. 3 GB ഉള്ള ഒരു 4 GB SD കാർഡാണ് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ കണ്ടല്ലോ SD കാർഡ് ഉണ്ടല്ലോ. ഇനി നമ്മളത് എങ്ങനെ ഹൈഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ആദ്യം ഓപ്പൺ ചെയ്യുക. ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫോണിൻ്റെ ഫോൺ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം അവിടെ ഡിവൈസ് മെയിൻ്റെനൻസ് അവിടെ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില ഫോണുകളിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഓരോ ഫോണിൻ്റെയും മോഡൽ അനുസരിച്ചൊക്കെ സെറ്റിംഗ്സ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. നിങ്ങൾ സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. സ്റ്റോറേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആയിട്ട് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ആയിട്ട് നിങ്ങളുടെ ഫോണിലെ സ്റ്റോറേജ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് താഴോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ SD കാർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. നിങ്ങൾ SD കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ചില ഫോണുകൾ ഇവിടെ തന്നെ നിങ്ങളുടെ ഫോണിലെ SD കാർഡും ഹൈഡ് ചെയ്യാനുള്ള മൗണ്ട് അൺമൗണ്ട് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ 3 ഡോട്ട് ഉണ്ടാകും. മെനു ഓപ്ഷൻ SD കാർഡിലെ മെനു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം അവിടെ സ്റ്റോറേജ് സെറ്റിംഗ്സിലേക്ക് പോവുക. അവിടെ നിങ്ങൾക്ക് SD കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഇതേപോലെ ഒരു ഐക്കൺ ആയിരിക്കും ചിലപ്പോൾ കാണുക. ചിലപ്പോൾ അൺമൗണ്ട് SD കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും കാണുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഐക്കൺ ആയിരിക്കും കാണുക. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ SD കാർഡ് അൺമൗണ്ടഡ് എന്ന് പറഞ്ഞ് വന്നിരിക്കാൻ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും SD കാർഡ് അൺമൗണ്ടഡ്. ചില ഫോണുകളിൽ ഐക്കൺ ആയിരിക്കില്ല, അൺമൗണ്ടഡ് എന്നായിരിക്കും കാണുന്നത്. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് SD കാർഡ് ഹൈഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. അതിനായിട്ട് നമ്മൾ വീണ്ടും സ്റ്റോറേജിലേക്ക് പോവുകയാണ്. നമ്മുടെ ഫോണിലെ ഫയൽ മാനേജറിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ വീണ്ടും ഫയൽ മാനേജർ ഓപ്പൺ ആക്കുന്നു. ഫയൽ മാനേജർ ഓപ്പൺ ആക്കിയപ്പോൾ കണ്ട SD കാർഡ് നോൺ ഇൻസെർട്ടഡ് എന്നാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും എൻ്റെ ഫോണിൽ SD കാർഡ് ഞാൻ ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ SD കാർഡ് നോൺ ഇൻസെർട്ടഡ് എന്നാണ് കാണിക്കുന്നത്. SD കാർഡ് കാണിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് വീണ്ടും SD കാർഡ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ ഈ ഡിവൈസ് സ്റ്റോറേജിൽ പോയതിനു ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ സ്റ്റോറേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് SD കാർഡ് എടുത്തിട്ട് സ്റ്റോറേജ് സെറ്റിംഗ്സിൽ പോയിട്ട് അൺമൗണ്ടഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് SD കാർഡ് വന്നിരിക്കാനായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് മൈ ഫയൽസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട SD കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ ഏകദേശം എല്ലാ ഫോണുകളിലും നമുക്ക് SD കാർഡ് ഹൈഡ് ചെയ്ത് വയ്ക്കുക. ഇതേപോലെ മൗണ്ടും അൺമൗണ്ടും ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. സെറ്റിംഗ്സ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് ഒഴിച്ച് ബാക്കി മിക്കവാറും എല്ലാ ഫോണുകളും ഉണ്ട്. നിങ്ങളത് സെറ്റിംഗ്സിൽ പോയി കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.